ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാനവ ചരിത്രത്തിൻ്റെ ഉറവക്കണ്ണി മുതൽ അഴിമുഖം വരെയുള്ള പ്രയാണ പാതകൾ വീക്ഷിച്ചാൽ രക്ഷകനെക്കുറിച്ചുള്ള കാത്തിരിപ്പുകൾക്കാണ്. യഹൂദർക്കൊരു മിശിഹ, ഹൈന്ദവർക്കൊരു പ്രജാപതി എന്നിങ്ങനെ. ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം യുഗങ്ങളുടെ പ്രവചന പൂർത്തീകരണമായി മാനവികതയുടെ, കണ്ണുനീരിൻ്റെ, തപസ്സിൻ്റെ, പ്രാർത്ഥനയുടെയൊക്കെ ഉത്തരമായി ചരിത്രത്തെ രണ്ടായി പകുത്തുകൊണ്ട് നസ്രത്തിലെ നിഷ്കളങ്കയായ ഒരു കന്യകയുടെ ഉദരത്തിൽ മിശിഹ ഉരുവായി. ആ ഉണ്ണി മിശിഹ വളർന്നു വലുതായി 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്ത് സഹനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോട് കൂടെ വസിക്കുന്നതിന് വേണ്ടി ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്ന ഈശോയിൽ നീ വിശ്വസിക്കുന്നു. ആ ഈശോയിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്. പക്ഷേ പലരും പറയുന്നതാണ്, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് മടുപ്പാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ അതിന് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, നമ്മുടെ നാശത്തിനല്ല ദൈവം നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിക്കുന്നത് അതാണ്. എന്നെ തകർച്ചകളിലൂടെ, എൻ്റെ കഷ്ടപ്പാടുകളിലൂടെ എന്നെ നയിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് അന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് പരിണമിപ്പിക്കുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ടറിഞ്ഞു, മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി, എനിക്ക് ഒരു വൈദികനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 സുഹൃത്തുക്കൾ ഞങ്ങൾ സെമിനാരിയിൽ ചേരാൻ വേണ്ടി പോയി. ആദ്യത്തെ ക്യാമ്പിൽ നിന്നും സെലക്ഷൻ കിട്ടി. എന്നാൽ പിന്നീട് ഉണ്ടായ ഒരു 2 മാസത്തെ പഠനത്തിന് ഇടയ്ക്ക് ഞാൻ പാല് കുടിക്കത്തില്ലായിരുന്നു എന്ന കാരണത്താൽ എനിക്ക് ഒത്തിരിയേറെ സഹനങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ആ സെമിനാരിയിൽ ചെല്ലുമ്പോൾ ചായ കുടിക്കത്തില്ലാത്തത് കൊണ്ട് ഞാൻ കിച്ചണിലെ ചേട്ടനെ പോയി കണ്ട് കട്ടൻ കാപ്പി എനിക്ക് കൊണ്ട് തരുമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛന് ഇത് മനസ്സിലാക്കുകയും കിച്ചണിലെ ചേട്ടനോട് കാപ്പി ഇനി കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ഗ്ലാസ്സിൽ പാലും ചായ ഒഴിച്ച് എന്നെ കുടിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഞാൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, ഞാൻ പാല് കുടിക്കത്തില്ല, അത് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. പക്ഷേ അച്ഛൻ അതൊന്നും ശ്രമിച്ചില്ല. ഞാൻ ചെറുപ്പമായതുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞു. അച്ഛൻ എൻ്റെ വായിലേക്ക് ഈ പാലും ചായ ഒഴിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അച്ഛൻ്റെ ലോഹയിലേക്ക് ഞാൻ ഛർദ്ദിച്ചു. പിന്നീട് ഉള്ള ദിവസങ്ങളിലെല്ലാം അവിടെ പ്രശ്നങ്ങളായിരുന്നു. രാവിലെയും വൈകിട്ടും ചായ കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് പ്രശ്നങ്ങൾ. അങ്ങനെ 2 മാസത്തെ പഠനത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് അവർ കത്തയച്ചു, ആരും വന്നില്ല. പിന്നീട് ടെലിഗ്രാം അയച്ചു.
എൻ്റെ ചാച്ചൻ അവിടെ ഓടിയെത്തി എന്നെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഇടവകയിൽ ഉള്ള സ്കൂളിൽ ഞാൻ 8, 9, 10 അവിടെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വലിയ ആഗ്രഹമാണ് സെമിനാരിയിൽ പോകണമെന്ന്. പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വന്നപ്പോൾ ഈ പാല് കുടിക്കത്തില്ല എന്ന കാരണത്താൽ എനിക്ക് പേടിയായി. പിന്നീട് പോയില്ല. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രി ഇവിടെ പഠിച്ചു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് ആഗ്രഹിച്ചു. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അവിടെയൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് പ്രിയമുള്ളവരെ, ഇവിടെ തളിപ്പറമ്പിൽ ഞാൻ ഡിഗ്രി പഠിച്ചു. കോളേജിൽ ഞാൻ ഡിഗ്രി പോയി പഠിച്ചു. ഡിഗ്രിയുടെ ഓരോ വർഷങ്ങളിലും സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അച്ഛന്മാരെയൊക്കെ കണ്ട് പോകാനായിട്ടെല്ലാം തയ്യാറാകുമ്പോൾ പാല് കുടിക്കത്തില്ല എന്നുള്ള കാരണത്താൽ എനിക്ക് തടസ്സമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എൻ്റെ പള്ളിയിലെ എല്ലാ കാര്യത്തിനും, പ്രാർത്ഥനാ ഗ്രൂപ്പിലും, എല്ലാ സംഘടനയിലും ഞാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വാർഡിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ലീഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്കെല്ലാം ഒത്തിരിയേറെ ഓടിക്കൊണ്ടിരുന്നപ്പോഴും ഈശോയിൽ ഇത്ര ആഴത്തിലുള്ള അനുഭവം എനിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഡിഗ്രിക്ക് ശേഷം ഞാൻ പിന്നീട് ഇനി സെമിനാരിയിൽ പോകുന്നു, ശരിയാകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പോഴാ സമയത്ത് ഞാൻ എക്സ്റേയുടെ ഒരു കോഴ്സ് ഞാൻ പോയി പഠിച്ചു. അങ്ങനെ എക്സ്റേ പഠിച്ച് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വേണ്ടി അത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഗൾഫിന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വിസ ശരിയാക്കുന്ന സമയത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടാനായിട്ട് എനിക്ക് ഇടവന്നു. അവിടെയും ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഡിവൈനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനായി റഫക്ടറിയുടെ അടുത്തുകൂടെ ചെല്ലുമ്പോൾ അവിടുത്തെ പാലിൻ്റെയും ഇങ്ങനെയുള്ള മണമൊക്കെ അടിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിന്നും പച്ചവെള്ളമൊക്കെ കുടിച്ച് ഞാൻ ധ്യാനിക്കാനായിട്ട് കടന്നുപോയി. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ 15,000 പേര് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും വിശുദ്ധനായ വ്യക്തിയാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നതാണ്. എന്നാൽ അവിടെ ചെന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു പ്രചോദനം നൽകി. ഇന്ന് ഇവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന 15,000 പേരിൽ ഏറ്റവും വലിയ പാപിയാണ് നീ എന്ന് എനിക്ക് ആ ബോധ്യമുണ്ടായി. ഞാൻ കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 2-3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ബുധനാഴ്ച രാത്രിയിൽ ക്ലാസ്സുകളെല്ലാം കൂടിയിട്ട് ഞാൻ ഡോർമെട്രിയിൽ കിടക്കാനായിട്ട് ചെന്ന സമയത്ത് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു സ്വരം നൽകി, നാളെ നീ പാല് കുടിക്കണമെന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പാല് കുടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ ബുദ്ധിയിൽ വിചാരിച്ചിരുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് എന്നെ പേടിച്ച് വിറച്ച് എൻ്റെ ഷർട്ടൊക്കെ പിഴിഞ്ഞെടുക്കുക, അതുപോലെ ഞാൻ വേർത്ത് കുളിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരെന്നോട് ചോദിച്ചു, ജോസഫിന് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വരം കേട്ടു. അവർ പറഞ്ഞു, പേടിക്കണ്ട. അവരെല്ലാവരും എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കിടക്കാൻ പോയെങ്കിലും എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ധ്യാനകാളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വ്യാഴാഴ്ച രാവിലെ 9 മണി വരെയുള്ള സമയത്ത് ഞാൻ ടോക്കുകളൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ സ്വയമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 9 മണിയായപ്പോൾ അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന പനക്കലച്ചൻ പറയുകയാണ്, ഇന്ന് ഫാസ്റ്റിംഗ് ഡേ ആണ്, അതുകൊണ്ട് ഫുഡില്ല. എനിക്ക് സന്തോഷമായി. അപ്പോഴച്ഛൻ പറഞ്ഞു,
ഫുഡില്ലെങ്കിലും സിംഗിൾ ടീ ഉണ്ട്, അതെല്ലാവരും പോയി കഴിക്കണം. അങ്ങനെ ലൈനയിൽ ചായ കുടിക്കാനായിട്ട് പോകുമ്പോൾ പേടിച്ച് വിറച്ച് വേർത്ത് കുളിച്ച് ഞാൻ അവിടെ എത്തി. എൻ്റെ കൂട്ടുകാരനും ഞാനുമെല്ലാം ഒന്നിച്ച് അവിടെ എത്തി. അങ്ങനെ ഒരു ഗ്ലാസ് ചായ എടുത്ത് അര ഗ്ലാസ് ചായ വേറൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അര ഗ്ലാസ് ചായ എൻ്റെ ഇടത്തെ കൈയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ നിമിഷം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്, ജോസഫേ നീ കുടിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴവൻ പറയുകയാണ്, നീ കുടിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് കൂട്ടില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെയും ഉപേക്ഷിച്ചിട്ട് പോയി. അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം അവിടെ അവശേഷിച്ചു. ഈ ചായ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്വരം ഞാൻ ഓർത്തു. ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതാണല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ചായ എൻ്റെ ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ എനിക്ക് അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയമുള്ളവരെ, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഗ്ലാസ് കഴുകുന്നതിന് വേണ്ടി ഞാൻ അവിടെ പൈപ്പിൻ്റെ അവിടെ പോയി ഗ്ലാസ് കഴുകി വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. അപ്പോഴവിടെ അടുത്തൊരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പലിൽ പോയി മുട്ടിൽമേൽ നിന്നുകൊണ്ട് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഈ നിമിഷം ഞാൻ കാണുന്ന ഒരു സംഭവം ഇതായിരുന്നു. അവിടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അവിടെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ചേച്ചി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉപേക്ഷിച്ച ഒത്തിരിയേറെ രോഗികളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ഒരു 10-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു കൊച്ചിനെയും എടുത്തിട്ട് കൊണ്ട് അവിടെ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്ന കൊച്ച്, ഉണ്ടായിട്ട് ഇതുവരെയും എഴുന്നേറ്റ് നടക്കാത്ത ഒരു കൊച്ച്, അവൻ്റെ കാല് രണ്ടും ഇങ്ങനെ വള്ളി പോലെ പിണഞ്ഞ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്, ബലമില്ല. ആ കൊച്ചിനെ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ചേച്ചി ഇടത്തെ കൈയിൽ തൂക്കി പിടിച്ചുകൊണ്ട് വലത്തെ കൈ ആ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചിൻ്റെ 2 കാല് ഇങ്ങനെ പിണഞ്ഞിരുന്ന കാല് വേർപെട്ട് വന്ന് ആ കൊച്ചിൻ്റെ ചാച്ചൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തു. സെൻട്രലിലൂടെ കൊച്ചിനെ നടത്തിച്ച് പുറയിലൂടെ വന്ന് ഞങ്ങളുടെ അടുത്തൂടെ വന്ന് തിരിച്ച് ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും കൊച്ച് ഒരു 80% സുഖം പ്രാപിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ അനുഭവങ്ങളെല്ലാം കണ്ട് ദൈവത്തെ ഒത്തിരിയേറെ സ്തുതിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് ധ്യാന ഹാളിൽ പോയി. അന്ന് വൈകുന്നേരം അവിടെ ആരാധനയുടെ സമയത്ത് അവിടെ സാക്ഷ്യം പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനും പോയി എൻ്റെ ഈ അനുഭവം പങ്കുവയ്ക്കുന്നത് വേണ്ടി. അവിടെ പ്രേക്ഷിതർ അവിടെ ഇരിപ്പുണ്ട്. അവരുടെ അടുത്ത് പേര് കൊടുത്തിട്ട് വേണം സ്റ്റേജിലേക്ക് കടന്നു പോകാനായിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയണം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാല് കുടിച്ചു, ഈ സംഭവം ഞാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, അങ്ങോട്ട് മാറി നിൽക്ക്, ഇവിടെ പാല് കുടിച്ചതിൻ്റെ ഒന്നും അനുഭവം പറയാനായിട്ടുള്ള സമയമില്ല. ഇവിടെ വലിയ വലിയ കേസ്, ക്യാൻസർ രോഗികൾ, തളർവാദ രോഗികൾ, ബ്രെയിൻ ട്യൂമർ, ഇങ്ങനെയുള്ള രോഗികളൊക്കെ സുഖപ്പെട്ട് അവർക്കൊക്കെയുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. പ്രിയമുള്ളവരെ, ഞാനത് സ്വീകരിച്ചു. ഞാൻ അങ്ങനെ പോയി. പിന്നീട് ഞാൻ പിറ്റേ ദിവസം ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ തേർത്തലിയിൽ നിന്നും ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണെന്ന് ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് പോയത്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു പ്രചോദനം നൽകി. ഞാൻ ആ ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് സീറ്റയിൽ അന്ന് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായ അവരോട് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം, യേശു എനിക്ക് നൽകിയ ഈ സൗഖ്യത്തെപ്പറ്റി ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വാർഡിലും എൻ്റെ ഇടവകയിലുമൊക്കെ ഞാൻ പാലും ചായ കുടിച്ചുകൊണ്ട് ഞാൻ അവർക്ക് സാക്ഷ്യം നൽകി. അങ്ങനെ ഞാൻ യേശുവിന് വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായി, ഇനി ഞാൻ യേശുവിന് വേണ്ടി, ഇനി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി
ജീവിക്കണം, യേശുവിൻ്റെ വചനം എനിക്ക് പ്രഘോഷിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റീൻ്റെ ഒരു ട്രെയിനിങ് കൂടാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ആ ട്രെയിനിങ്ങിൽ പോയി പങ്കെടുക്കുമ്പോൾ അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആരാധനയുടെ സമയത്ത് ഏറ്റവും ഫ്രണ്ട് റോയിൽ ഞാൻ മുട്ടിന്മേൽ നിന്ന് കൈകൂപ്പി പിടിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ വിശുദ്ധ കുർബാനയിൽ നിന്നും ജീവനുള്ള ഈശോ ഇറങ്ങി വന്ന് എന്നെ തൊടുന്ന അനുഭവം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ പാല്, മോര്, തൈര്, പച്ചമീന് ഇങ്ങനെയുള്ള ഒന്നും ഞാൻ കഴിക്കുന്നില്ലായിരുന്നു. ഈ ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വലിയൊരു ആഗ്രഹം കടന്നു വരികയാണ്. പച്ചമീൻ കൂട്ടണം, പച്ചമീൻ അന്ന് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ റഫക്ടറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധ്യാനിപ്പിക്കുന്ന സന്തോഷേട്ടനോട് ഞാൻ പറഞ്ഞു, സന്തോഷേട്ടാ, ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായി, ഈശോ എന്നെ വന്ന് തൊടുന്നത് ഞാൻ കണ്ടു. സന്തോഷേട്ടനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക. എൻ്റെ കൂടെ വന്ന് മേശയുടെ അടുത്ത് വന്ന് എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് സന്തോഷേട്ടൻ എന്നോട് പറയുകയാണ്, ജോസഫ്, ഈ മീൻ കൂട്ടിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ഞാനത് എടുത്തപ്പോൾ അത് കഴിക്കണമെന്നുള്ള വലിയ ആഗ്രഹം, ഒരു ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ അത് കഴിച്ചു. അതിനുശേഷം ഈ ധ്യാനവും കഴിഞ്ഞിട്ട് ക്രിസ്റ്റീനിൽ ധ്യാനിപ്പിക്കാനായിട്ട് നമ്മുടെ കണ്ണൂർ സോണിലുള്ള സ്കൂളുകൾ, പള്ളികളിലൊക്കെ കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓടാനായിട്ട് ഈശോ എന്നെ അനുവദിച്ചു. അപ്പോഴങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് 1.5 വർഷക്കാലം ഓടി നടക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആലക്കോട് പള്ളിയിൽ ക്രിസ്റ്റീൻ്റെ ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ജോസഫിനെ അന്വേഷിച്ച് 2 പേര് താഴെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ അവിടെ ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ജോസഫ് എക്സ്റേ ടെക്നീഷ്യനായിട്ട് ചെമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി വേണ്ട, ഞാൻ ജോലിക്ക് പോകത്തില്ല, ഞാൻ വരത്തില്ല, എനിക്ക് എൻ്റെ യേശുവിനെ പ്രഘോഷിക്കണം. അപ്പോൾ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്നും ഫോൺ നമ്പറൊക്കെ മേടിച്ച് ഞാൻ അവരെ തിരിച്ചുവിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അവർ ആദ്യം എൻ്റെ ഇടവകയിലാണ് വന്നത്. അവർ എന്നെ ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ജോസഫ് ക്രിസ്റ്റീൻ്റെ ധ്യാനം ആലക്കോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരവിടെ വന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിലുള്ള എല്ലാവരും കുറേ പേരെല്ലാം അറിഞ്ഞു എന്നെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ പിറ്റേ ദിവസമായി ഞാൻ ഇതിനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഇടവക വികാരിയച്ഛൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 1994 മുതൽ എൻ്റെ ഇടവകയിലെ വികാരിയച്ഛൻ്റെ കൂടെ ജോസഫ് കുരിക്കാട്ടിൽ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി പറയുകയാണ്, അച്ഛാ, എനിക്കിങ്ങനെ ഒരു ജോലിക്കാര്യം വന്നിട്ടുണ്ട്, ഞാൻ പോകത്തില്ല. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുകയാണ്, ജോസഫ് ഈ ജോലിക്ക് പോയില്ല എങ്കിൽ യോനായുടെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിക്കും, അതുകൊണ്ട് ജോസഫ് ജോലിക്ക് പോകും. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനായിരുന്നു കാപ്പിൽ ജോസിയേട്ടൻ. അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ്, ജോസഫ് ഒരു കാര്യം ചെയ്യാൻ, ജോസിയേട്ടൻ്റെ അടുത്ത് കൂടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ഞാൻ പറഞ്ഞ മെസ്സേജ് ഒന്നും അവിടെ പറയണ്ട. അങ്ങനെ ഞാൻ അവിടെ പോയി ജോസിയേട്ടൻ്റെ അടുത്ത് പോയി ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ മെസ്സേജ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ജോസിയേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഇടയിൽ ജോസിയേട്ടൻ എന്നോട് പറയുകയാണ്, ജോസഫ് ഈ ജോലിക്ക് പോയില്ല എങ്കിൽ യോനായുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, എനിക്കറിയാം കർത്താവിൻ്റെ സന്ദേശം തെറ്റത്തില്ല, അത് തെറ്റിപ്പോകത്തില്ല എന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ചെമ്പേരിയിൽ ആശുപത്രിയിൽ ഞാൻ എക്സ്റേ ടെക്നീഷ്യനായി ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എനിക്ക് ധ്യാനിപ്പിക്കാനൊക്കെ പോകണം, അതിന് ലീവ് തന്നെങ്കിലേ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് അച്ഛനോട് ഞാൻ അങ്ങോട്ട് പറയുകയാണ്.
സ്നേഹമുള്ള അച്ഛൻ, ഒറ്റപ്പളാക്കൽ അച്ഛൻ എന്നോട് പറയുകയാണ്, ജോസഫിന് ജോലിക്ക് പോകേണ്ടിയപ്പോൾ ധ്യാനിപ്പിക്കാനൊക്കെ പോകേണ്ടിയപ്പോൾ ജോസഫ് പോയിക്കോളൂ. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അച്ഛൻ ആലങ്കോട്ടച്ഛനായിരുന്നു. അപ്പോൾ ആലങ്കോട്ടച്ഛൻ സമയത്തൊക്കെ ധ്യാനമുള്ള സമയത്ത് എന്നെയൊക്കെ വിളിക്കും അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോകും. അങ്ങനെ ജോലിയോടൊപ്പം തന്നെ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ പള്ളികളും സ്കൂളുകളുമൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുകൂടി ആശുപത്രിയിൽ വരുന്ന രോഗികളോട് യേശുവിനെ പറയാനായിട്ട് ഈശോ എന്നെ അനുബന്ധിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ആ സമയവും ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ചു പിടിച്ചുകൊണ്ട് കൊന്ത ചെല്ലുന്ന ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായിരുന്നു. മിറ്റിലൊക്കെ പൊളിഞ്ഞ മിറ്റിലിൻ്റെ മുകളിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊന്ത ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നത് എനിക്ക് അനുഭവമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ 5.5 വർഷക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ഈ ശുശ്രൂഷയൊക്കെ ചെയ്തു പോകുമ്പോൾ സെമിനാരിയിൽ പോകണമെന്നുള്ള ആഗ്രഹം ആ സമയത്തും എൻ്റെ മനസ്സിൽ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ കൂട്ടുകാരൻ അച്ഛന് എന്നോട് പറഞ്ഞു, MST സഭയിൽ അച്ഛനെ ചേർക്കാം. അപ്പോഴെനിക്ക് സന്തോഷമായി. എന്നാൽ അച്ഛൻ്റെ കൂട്ടത്തിൽ സാജു ഇലഞ്ഞിയിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ കൂടെ ഞാൻ MSTക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അച്ഛൻ അവിടെ ചെന്ന് അവരുടെ കൗൺസിലേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോഴേ കുറച്ച് സീനിയറാണ്. എന്നെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൗൺസിലേഴ്സ് അച്ഛന്മാരൊക്കെ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഇനിയും വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അച്ഛൻ എന്നോട് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയുകയാണ്, അച്ഛന്മാർ പറഞ്ഞത് MSTക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താക്കി തരാം. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, 1996 അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഇത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് ഒഴിവാക്കി. പിന്നീട് ഞാൻ ജോലി ചെയ്ത് 5.5 വർഷക്കാലം ഞാൻ അവിടെ ജോലിയും ധ്യാനവുമൊക്കെ ആയിട്ട് ഓടി നടന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ചെവിയിൽ എനിക്കൊരു സന്ദേശം നൽകുകയാണ്, നീ സെമിനാരിയിൽ ചേരുക. അപ്പോഴെനിക്ക് പേടിയായി. എനിക്ക് 34 വയസ്സ് അടുത്തു. ഇനിയും പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കും? നാണക്കേടല്ലേ? ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഞാൻ കണ്ണീരോടെ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ പഠിപ്പിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. അതും ഞാൻ വിശ്വസിച്ചു. ആ മെസ്സേജ് ഞാൻ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ തലശ്ശേരി പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. പിതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ പിതാവ് എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പിതാവിനോട് പറയുകയാണ്, ജോസഫേ, ഈ പ്രായത്തിൽ ഇനിയും സെമിനാരിയിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന പിള്ളേർക്ക് പോലും ഫിലോസഫി തിയോളജിയൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും പ്രായമായിട്ട് ഈ ഗ്യാപ്പൊക്കെയുള്ള ഈ ജോസഫ് ഇനി സെമിനാരി വന്നാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ സന്ദേശം തെറ്റുകയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പിതാവുമായിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിതാവിനോട് ഞാൻ പറയുകയാണ്, പിതാവേ, എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പിതാവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജോസഫ് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊള്ളുക, തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി അഡ്മിഷൻ തന്നുകൊള്ളാമെന്ന്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ യേശുവിന് വേണ്ടി സെമിനാരിയിൽ പോകുന്നതിന് വേണ്ടി ഞാൻ ആ ആശുപത്രിയിൽ ഞാൻ തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഞാൻ നെല്ലിപ്പാറയിൽ ആശ്രമത്തിൽ ഞാൻ വന്ന്, അവിടെ ഒരു കുറ്റിക്കലച്ചൻ നടത്തുന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ ആശ്രമത്തിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ 2 മാസം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. അവിടെ നിന്നും ഞാൻ ഒരു ദിവസം പരിയാരത്ത് വെച്ച് ഒരു ധ്യാനം, നേഴ്സുമാർക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞാൻ ഇവരെ എല്ലാം സംഘടിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം കൗൺസിലിങ്ങിനായിട്ട് ഈ കുട്ടികളെ റൂമിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ജോസഫ് ഇനി ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാകത്തില്ല, ജോസഫ് കല്യാണം കഴിക്കണം. അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ മാത്യുവിനോട് പറയുകയാണ്, മാത്യു ഞാൻ സെമിനാരി പോവുക. അപ്പോഴും മാത്യു എന്നെക്കാളും ഒരു വയസ്സ് ഇളയതാണ്. മാത്യു കല്യാണമൊക്കെ കഴിച്ചൊരു കുട്ടിയൊക്കെ ആയി. അപ്പോൾ മാത്യൂസ് പ്രാർത്ഥിച്ചിട്ട് പറയുക, ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണം, അത് നല്ല കാര്യം. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാത്യൂസിനോട് പറയുകയാണ്, മാത്യൂസെ തലശ്ശേരി, പിന്നെ എന്നെ പണ്ട് തിരിച്ചു അങ്ങ് വിട്ട ഡോൺ ബോസ്കോ, ഇവരെല്ലാവരും ഇപ്പം എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 6 സ്ഥലത്തേക്കുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മാത്യൂസ് ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറഞ്ഞേ എന്ന് ഞാൻ മാത്യൂസിനോട് പറയുമ്പോൾ മാത്യൂസ് പ്രാർത്ഥിക്കുകയാണ്. മാത്യൂസ് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഇതൊന്നും നടക്കില്ല. അപ്പോഴെനിക്ക് ഭയങ്കര ദുഃഖമായി. പ്രിയമുള്ളവരെ, വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ 28 എന്നൊരു അക്കം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, എന്താണെന്ന് അറിയത്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഉജ്ജയിലേക്ക് പോവുക എന്നൊരു സന്ദേശം എനിക്ക് അദ്ദേഹം തരികയാണ്. അപ്പോഴെനിക്ക് ഉജ്ജയിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആശ്രമത്തിലെത്തുമ്പോൾ ആശ്രമത്തിലെ സെബാസ്റ്റ്യൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് പറയുകയാണ്, ജോസഫ് ഈ ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജോസഫ് തിരിച്ചു വിളിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്ന് വന്നു ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ അനുജൻ പത്തനംതിട്ട ജില്ലയിൽ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ചേട്ടായി പെട്ടെന്ന് വാ. ഞാൻ ഉജ്ജയിനിൽ നിന്ന് ഒരു അച്ഛനും ഒക്കെ ആയിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ചേട്ടായിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ തറവാട്ടിൽ ചെന്നു, അച്ഛനെ കണ്ടു. ആ അച്ഛൻ എൻ്റെ വീട്ടിലും ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് പാസ്സാവുകയാണെങ്കിൽ ജൂൺ 28-ാം തീയതി നമ്മൾ എറണാകുളത്ത് നിന്നും ഉജ്ജയിനിലേക്ക് ട്രെയിനിൽ യാത്രയാവും. അതിനുശേഷം ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി എന്നെ ഉജ്ജയിനിലേക്ക് ഞാൻ അവിടെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുത്ത് ഞാൻ പോയി. പിതാവിനെ കണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പിതാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജോസഫ് എങ്ങനെയാണ് ഇത്രയും ദൂരേക്ക്, കേരളത്തിന് പുറത്ത് ഇത്രയും ദൂരേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് പിതാവ് എന്നോട് ചോദിച്ചു. അപ്പോൾ പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവേ അതൊന്നും എനിക്കറിയത്തില്ല, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഉജ്ജയിനിലേക്ക് പോകുക, ഈ കൗൺസിലറിലൂടെ അക്കവും 28 എന്നുള്ള അക്കവും ഇതെല്ലാം മെസ്സേജ് തെറ്റുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറയുകയാണ്, ഈ അച്ഛൻ വിളിച്ച് എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എടുക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പിതാവ് പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ 1996 സാജു അച്ഛൻ പോയി ചോദിക്കുമ്പോൾ ഈ കൗൺസിലറായിരുന്ന ആ അച്ഛനാണ് പിന്നീട് 1999 ഉജ്ജയിൻ രൂപതയുടെ പിതാവായിട്ട് മാറുന്നത്. പിന്നീട് 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഈ പിതാവിനോടാണ് എന്നെപ്പറ്റി ചോദിക്കുന്നത്. അപ്പോഴാദ്യം പ്രായം കൂടിപ്പോയി, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയ അദ്ദേഹത്തിലൂടെ തന്നെ എന്നെ ദൈവം ഈ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്നെ വിളിക്കുകയാണ്. അങ്ങനെ 34-ാമത്തെ വയസ്സിലാണ് പ്രിയമുള്ളവരെ ഞാൻ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ഫിലോസഫി തിയോളജിയൊക്കെ ഞാൻ അവിടെ പഠിച്ചു. ഈശോ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. നിങ്ങൾ എവിടെയായിരുന്നാലും ഈശോയുടെ കരസ്പർശം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലുമെല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.